തിരുവനന്തപുരം മണ്ഡലത്തിൽ നടൻ സുധീർ കരമന LDF സ്ഥാനാർത്ഥി. LDF സ്വതന്ത്രനായിട്ടായിരിക്കും സുധീർ മത്സരിക്കുക. ഇടതുപക്ഷം ജീവിതത്തിന്റെ ഭാഗമെന്നും തിരുവനന്തപുരം സെൻട്രലിൽ വിജയം സുനിശ്ചിതമെന്നും സുധീർ കരമന. ജനാധിപത്യ കേരള കോൺഗ്രസിന് അനുവദിച്ച തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് CPIM മുൻകൈയിൽ സുധീർ കരമനയെ മത്സരിപ്പിക്കുന്നത്. CPIM നേതാക്കൾ സുധീറുമായി സംസാരിച്ച് ഇന്നലെ തന്നെ ധാരണയിൽ എത്തിയിരുന്നു. ഇന്ന് LDF നേതാക്കളുമായി CPIM ചർച്ച നടത്തി. ഇതിനുശേഷമാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് CPIM സീറ്റ് ഏറ്റെടുക്കുന്നില്ല. മുന്നണിയുടെ പൊതു സ്വതന്ത്രൻ എന്ന നിലയിലാണ് സുധീർ കരമനയെ സെൻട്രൽ സീറ്റിൽ മത്സരിപ്പിക്കുന്നത്. നമ്മൾ സ്ഥാനാർത്ഥിയെ പൊതുവായി നിശ്ചയിച്ച് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടാണ് നമ്മൾ പൊതുധാരണയിലെത്തിയത്. ജനാധിപത്യ കേരള കോൺഗ്രസുമായിട്ടും ഈ കാര്യം ഞങ്ങൾ സംസാരിക്കേണ്ടത്. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളെന്ന നിലയിലും എക്കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആളെന്ന നിലയിലും നല്ല ആത്മവിശ്വാസത്തോടെയാണ് മത്സരിക്കുന്നതെന്ന് സുധീർ കരമന. വളരെ സന്തോഷത്തോടെയാണ്. കാരണം തിരുവനന്തപുരത്ത് ജനിച്ച് തിരുവനന്തപുരത്ത് വളർന്ന് നാടിനെ അറിയാവുന്ന, നാട്ടുകാരെ അറിയാവുന്ന, നാടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും എല്ലാ മുടുക്കും എല്ലാ മുക്കും മൂലയും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇതൊരു അന്യമായ സ്ഥലമല്ല, ആരും എനിക്ക് അന്യരല്ല. എല്ലാവരെയും ഇടയിലേക്ക് ഇറങ്ങി പോകാനും അവരോടൊപ്പം നിൽക്കുവാനും ഈ ഒരു അവസരം ഞാൻ പൂർണ്ണമായും വിനിയോഗിക്കും. AKG സെന്ററിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാ ഘടകകക്ഷി നേതാക്കളും ഉണ്ടായിരുന്നെങ്കിലും ആന്റണി രാജുവോ ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധികളോ ഇല്ലാതിരുന്നത് ശ്രദ്ധിക്കപ്പെട്ടു. LDF സ്ഥാനാർത്ഥി സുധീർ കരമന കൂടി വന്നതോടെ സെൻട്രൽ മണ്ഡലത്തിലെ മത്സരചിത്രം വ്യക്തമായി. UDF-ന് വേണ്ടി CP ജോണും NDA-ക്ക് വേണ്ടി കരമന ജയനുമാണ് മത്സരിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.